യുഎസിൽ വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് എപ്സ്റ്റീൻ ഫയലുകൾ. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും കത്തുകളും രേഖകളുമൊക്കെയാണ് എപ്സ്റ്റീൻ ഫയലുകൾ. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം 35 ലക്ഷം പേജുകളും 2000 വീഡിയോകളും 1,80,000 ചിത്രങ്ങളും യുഎസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് വരെയുള്ള പ്രമുഖരുടെ പേരുകൾ ഈ രേഖകളിലുണ്ട്. എപ്സ്റ്റീൻ ഫയലുകൾ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നതിനിടെ ഇന്ത്യയിലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം കത്തുകയാണ്. ഈ രേഖകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2017 ഇസ്രായേൽ സന്ദർശനം എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഇമെയിലുകളിൽ പരാമർശിക്കപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുവെന്ന അവകാശവാദമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുള്ളത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ച് കടുത്ത വിമർശനമാണ് മോദിക്കെതിരെ ഉന്നയിച്ചത്. ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് ബന്ധപ്പെടുത്തി വരുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ അഭിമാനത്തെ ബാധിക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണമെന്നും വാര്യർ ആവശ്യപ്പെടുന്നുണ്ട്. എപ്സ്റ്റീന്റെ ഇമെയിലുകളിൽ ഇറ്റ് വർക്ക്ഡ് എന്നൊരു പരാമർശമുണ്ടെന്ന് പറയപ്പെടുന്നത് ഗൗരവകരമായ സംശയങ്ങൾക്കും ഇടം നൽകുന്നതാണെന്നും ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനൌദ്യോഗിക സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും വിഷയത്തിൽ രൂക്ഷമായാണ് പ്രതികരിച്ചത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണെന്നും സത്യാവസ്ഥ വ്യക്തമാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയലുകളിലെ പരാമർശങ്ങൾ വെറും അടിസ്ഥാനരഹിതമായ ജൽപ്പനങ്ങളാണെന്നും 2017 പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചതൊഴിച്ചാൽ മറ്റ് ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളെ അതീവ അവജ്ഞയോടെയാണ് കാണുന്നതെന്നും തെറ്റായ വ്യാഖ്യാനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കപ്പെടുന്നതാണെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പ്രതിപക്ഷം വിഷയത്തിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടുമ്പോൾ ഭരണകക്ഷി ഇത് അടിസ്ഥാനരഹിത പ്രചാരണമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഉയർന്ന ഈ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കാനിടയുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ വളരെ പരിമിതമാണ്. പുറത്തു വന്നതായി പറയുന്ന രേഖകളുടെ സ്വഭാവവും അവയുടെ പ്രാമാണികതയും സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. അതുവരെ ആരോപണങ്ങളും നിഷേധങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദം തുടരുമെന്നതാണ് നിലവിലെ സാഹചര്യം.